ഒന്ന് കൊട്ടി കാണിച്ചു തരുമോ? ഓ അതിൻ്റെ ഈണം സംഭവം സൂപ്പർ. അതിൻ്റെ ഒരു ആ ഫ്രീക്വൻസി ഇല്ലേ, അത് എത്ര നേരം നിൽക്കുന്ന നോക്കുക. ഈ ഒരു ശബ്ദം ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കടവല്ലൂരാണ്. ഈ ഒരു ഇലത്താളത്തിന്റെ നിർമ്മാണം കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇലത്താളം ഉണ്ടാക്കുന്നത് പ്യൂർ ആയിട്ടുള്ള വെള്ളോട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഴയ ഇലത്താളമാണിത്. ഇതെല്ലാം നമ്മൾ തല്ലിപ്പൊട്ടിക്കും. അതിനുശേഷമാണ് നമ്മളിത് ഉരുക്കാനായിട്ട് പോകുന്നത്. ഓരോ ഇലത്താളത്തിനും കൃത്യമായിട്ടുള്ള അളവുണ്ട്. ആ അളവിനനുസരിച്ച് തൂക്കിയതിന് ശേഷമാണ് ഈ ഓടിനെ ഉരുക്കാൻ തന്നെ വെക്കുന്നത്. ഈ ഒരു മണൽ ഉപയോഗിച്ചിട്ടാണ് ഇലത്താളത്തിന് വേണ്ട മോൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. കൂടാതെ ഈ ഒരു അവനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലത്താളത്തിന് വേണ്ട ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഷേപ്പ് സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ മേലെ നമ്മൾ തവിട് വിതറി കൊടുക്കും. ഒരു മിനുസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തവിടിട്ട് കൊടുക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ മുമ്പ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ മെഴുപ്പിടിച്ച് ഉരുക്കി ഒഴിച്ചിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, മണലിൽ ഒരു അച്ചുണ്ടാക്കും, ആ അച്ചിലേക്ക് ഒഴിക്കും. ആ ഒഴിക്കുന്നതിന് ഒരു കണക്കുണ്ട്. നമ്മൾ ഓട് ഉരുകിയിട്ട് ഇത്ര സമയം കൊണ്ട് സാധനം ഒഴിച്ചോളണമെന്നുണ്ട്. ഒരു സെക്കൻഡ് അങ്ങോട്ടും പോകാൻ വയ്യ, ഒരു സെക്കൻഡ് ഇങ്ങോട്ടും പോരാൻ വയ്യ. അപ്പോൾ ആ സാധനം ഉറക്കും. ഒരു തിളച്ച ഓടാട്ടെ ഈ ഉരുക്കി ഒഴിക്കുന്നത്. നമ്മൾ ഓട് ഉരുക്കി മണ്ഡലം മാർത്തു എന്ന് പറയാം. ആ മണ്ഡലം മാർത്തിട്ട് ആ മണ്ഡലത്തിന് നമ്മൾ മേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മിഷീനാണ് ആദ്യം നമ്മൾ മേടിയിട്ട് വട്ടാക്കും. ഒരു പ്രോസസ്സ് ഇല്ല ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിനെ അപ്പുറത്തെ ഇതേ പ്രൊസസ്സിന് അപ്പുറത്തെ കല്ലുമ്മ രണ്ട് ആൾ വെച്ചിട്ട് പരസ്പരം ഒരേ ഇതിലിങ്ങനെ അടിക്കണം. കൈകൊണ്ട് ചുറ്റിക്കൊണ്ട് അടിച്ചുകൊണ്ട് അത് നമ്മൾ റൗണ്ടാക്കി അതിന് ശബ്ദം നിലനിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ ഒപ്പായിരിക്കണം. അത് നമ്മൾ നോക്കും. അത് നോക്കിയിട്ട് റെഡിയായി എന്ന് നമ്മുടെ മനസ്സിൽ തയ്യാറായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ താളത്തിൻ്റെ ഷേപ്പിലേക്ക് അപ്പുറത്തേക്ക് പോകും. ഓക്കെ, അതായത് ഇലത്താളത്തിൻ്റെ കുഴി ഉണ്ടാക്കുന്ന പ്രൊസസ്സായിട്ട് അങ്ങോട്ട് പോകും. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇലത്താളത്തിൽ ഇതുപോലൊരു ഷേപ്പ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ താഴത്തെ ഒരു അച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അച്ചിൽ വെച്ചിട്ട് അടിച്ചുണ്ടാക്കുന്നതാണ്. അത് ആളുകൾ തന്നെ മാനുവലായിട്ട് കൈകൊണ്ട് തല്ലിയിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ചൂടോടുകൂടി തന്നെയാണ് ഈ ഒരു ഇലത്താളത്തിൽ നമ്മൾ ഈ ഹോൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ പിടിക്കാനുള്ള കയറ് ഇതിനകത്ത് കെട്ടി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഒപ്പം നോക്കുക. അല്ല, ഒരു ലേശം എവിടെയും ഇതിൻ്റെ സൈഡ് ചെരിയാനോ പിടിക്കാനോ പാടില്ല, ഒപ്പായിരിക്കണം. എങ്ങനെ വെച്ചാലും ഇത് ഒപ്പായിരിക്കണം. ഇലത്താളത്തിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ പോളിഷിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. ഇലത്താളത്തിന്റെ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞു ഇതേപോലെ തിളങ്ങാൻ തുടങ്ങി. അതിൽ ചെറിയൊരു കയറും കൂടി ഇട്ടപ്പോൾ സാധനം ഫിനിഷായി. ഇതിപ്പോൾ നമ്മൾ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ 2 കിലോൻ്റെ താളാണ്. ഇതിന് നമുക്ക് ഏകദേശം വരുന്നത് 4450 രൂപയുടെ വില. ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നുപോയി കിടിലൻ ഇലത്താളം എൻ്റെ കൈ കിട്ടിയിരിക്കുകയാണ്. 2 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് 2-2.5 മണിക്കൂർ കൊട്ടുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. പക്ഷേ അവരിനെ സമ്മതിച്ചു കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.